ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 2 സെഷൻസിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ക്രിസ്തീയ വളർച്ച, എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന വലിയ രക്ഷയുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വിശ്വാസി വളരേണ്ട ട്രാക്ക് എന്താണ്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു വിശ്വാസി വളർന്ന് മുൻപോട്ട് പോകുന്ന ട്രാക്ക് എന്താണ്, അവൻ വളർന്നില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും, വളരുമ്പോൾ അവൻ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രക്ഷയെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, വിശ്വാസ സമൂഹത്തിലുണ്ട്. കാരണം രക്ഷയെക്കുറിച്ചുള്ള ശരിയായ പഠിപ്പിക്കലുകൾ ഇന്ന് സഭയിൽ നടക്കാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ രക്ഷ, സാൽവേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പലരും ഭാഗികമായി മാത്രമാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും സംബന്ധിച്ച് മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് ഈ നരകശിക്ഷ ഒഴിഞ്ഞുപോയി നമ്മൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ശരിക്കുമുള്ള രക്ഷ എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ശരിയാണ്, കർത്താവിനോട് ഇരിക്കും എന്നുള്ളത് ശരിയാണ്, എന്നാൽ അതല്ല രക്ഷ. രക്ഷ എന്ന് പറയുന്നതിനകത്ത് പല ഡയമെൻഷൻസ് ഉണ്ട്. ശരിക്കും യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയി മാറുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ആകുക. അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ ആകാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ യാത്ര കൊണ്ട് നമ്മളെ യേശുക്രിസ്തുവിന് അനുരൂപരാക്കി പിതാവ് മാറ്റുന്ന ആ ഒരു ദിവസത്തിലേക്കുള്ള നോക്കിയിരിപ്പാണ് ശരിക്കുമുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത്. അത് പൂർത്തിയാകുന്നത് നമ്മൾ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്. ഈ വഴി വളരെ ദുർഘടമായൊരു വഴിയാണ്. വേദപുസ്തകം പറയുന്നത് നീതിമാൻ തന്നെ പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ പ്രാപിക്കും, പക്ഷെ വളരെ പ്രയാസത്തിലൂടെ പോയാണ് രക്ഷ പ്രാപിക്കുന്നത്. ഇതൊരു ഈസി വോക്കല്ല, ഇത് കഠിനമായൊരു വഴിയാണ്. ഈ കഠിനമായ വഴിയിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകൊണ്ട് ഒരു ദിവസം പോലും നടക്കാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ നോക്കിയാൽ അറിയാം, നമ്മൾ ഇടറി വീഴാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരെ പോലെയാണ്. നമുക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഓക്കെ ഐ ആം ഫൈൻ, ഐ ആം ഓക്കെ എന്ന് ചിന്തിച്ചാലും കുറേ കഴിയുമ്പം നമ്മൾ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് ലോകത്തിലേക്ക് പോകുന്ന സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് സ്വന്തമായൊരു നീതി ഒരിക്കലും ഉണ്ടാവുകയില്ലെന്നും അത് യേശുക്രിസ്തുവിൻ്റെ നീതിയാണ് എൻ്റെ നീതി എന്നുമാണ്. യേശുക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നീതിയായിട്ട് വരുമ്പോൾ എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് അതിനുള്ളത്. ഒരിക്കലും ഞാൻ മെറിറ്റിൽ ക്രിസ്തുവിനെ പോലെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഹമ്പിളായിരിക്കും. കാരണം ഞാൻ നേടിയിട്ടില്ല. പൗലോസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നേടിയിട്ടില്ല, പിടിക്കാമെന്ന് വിചാരിച്ച് ഓടുന്നതേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം പെർഫെക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആവുക എന്നാണ് എൻ്റെ അർത്ഥം. അത് ഈ ലോകത്ത് നമ്മൾ മരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നൊരു ദാനമായിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ സ്വർഗത്തിൽ കർത്താവ് ക്രിസ്തുവിൽ നമ്മളെ കാണുന്നത് കൊണ്ട്, നമ്മളെ ക്രിസ്തുവിൽ എണ്ണുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള പെർഫെക്ഷൻ നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ എത്തിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ ഞരക്കം നമ്മളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകുക എന്ന ഏറ്റവും പരമമായ ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്. ടു ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ കാണപ്പെടുക, ടു ബി സീൻ ഇൻ ഹിം, അവനിൽ കാണപ്പെടുക. ഈ നാട്ടിലെ നീതിമാന്മാരുടെ ലിസ്റ്റിൽ കാണപ്പെടുക എന്നുള്ളതല്ല, യേശു ക്രിസ്തുവിൽ എൻ്റെ സ്വന്തമായൊരു നീതിയില്ലാതെ യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ മറയ്ക്കപ്പെട്ടവനായി കാണപ്പെടുക. ഇതാണ് പൗലോസിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപമായിട്ട് വേദപുസ്തകം പുതിയ നിയമം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്വയനീതിയാണ്. പഴയ നിയമത്തിൽ സ്വയനീതി അത്ര മുറുക്കെ പിടിക്കുന്നില്ല കർത്താവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീതിയുടെ നിയമം അവിടെ നടപ്പാക്കുന്നത് കൊണ്ട് കുറച്ച് സ്വയനീതിക്കാർ അതിൻ്റെ ഫലമായി ഉണ്ടാകും. എന്നാൽ പുതിയ നിയമത്തിൽ ആ നീതി വേറൊരു തലത്തിലാണ് വരുന്നത്. അതായത് നമ്മുടെ ശരീരം കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ നീതിയാണ്. ഇപ്പം ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് നോക്കിക്കഴിയുമ്പം എപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു പെർഫെക്ഷൻ ക്രിസ്തുവിനുണ്ട്. ആ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷനിലേക്ക് നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് എപ്പോഴും നമ്മൾ പോരാ എന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൃപയാലാണ്, എപ്പോഴും വിശ്വാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നീതിയാണിത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൈപ്പിടിയിൽ ഒതുക്കുന്ന നീതിയല്ല, ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന നീതിയാണ്. അതുകൊണ്ട് നമ്മൾ ഉപദേശിക്കുമ്പോഴും ഈ അതിശ്രേഷ്ഠമായ നീതിയെക്കുറിച്ച് ഉപദേശിക്കുന്നത് സാധാരണ പ്രസംഗിക്കുന്നത് പോലെ അല്ല. കാരണം ആ അതിശ്രേഷ്ഠമായ നീതിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുപോലെ ഓടുന്നവരാണ്. ഞാനും നിങ്ങളും ഒരുപോലെ അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ സംസാരിക്കുന്നത് പരസ്പരം എൻകറേജ് ചെയ്യാനും നമുക്ക് കിട്ടിയ വെളിപ്പാടുകൾ പരസ്പരം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ആത്മീക യാത്രയ്ക്ക് ഒരു സഭ, കൃത്യമായ വേദ ഉപദേശത്തിൽ പണിയപ്പെട്ട ഒരു സഭ ആവശ്യമാണ്. ഇന്ന് സംഭവിക്കുന്നത് പാല് കുടിക്കുന്ന ഒരു സ്റ്റേജിൽ അനേകം വിശ്വാസികൾ സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് സംസാരിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
മെച്യൂർ അല്ലാത്ത ഒരു ഫെയ്ത്ത്, പാല് കുടിക്കുന്ന അവസ്ഥ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷം പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ബ്രദറുകാരും ബന്ധുക്കോസുകാരാണ് കേരളത്തിൽ. ബ്രദറുകാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അടിസ്ഥാന പാഠങ്ങൾ പിന്നെയും പഠിക്കുന്നവരാണ്. അവർ വീണ്ടും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ അടിസ്ഥാന പാഠങ്ങൾ അവർ വിട്ടുകളയല്ല. ബൈബിളിലെ തത്വങ്ങളെല്ലാം വീണ്ടും പഠിക്കും. അങ്ങനൊരു പാലുകൂടിയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഈ അടിസ്ഥാനം, ബ്രദറുകാരുടെ അടിസ്ഥാനം ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, അതവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഒരടിസ്ഥാനവും അവരിടുന്നില്ല. അപ്പോൾ പാലല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ കെമിക്കൽ കലർത്തിയ പാല് നമ്മൾ പല സ്ഥലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഒത്തിരി കെമിക്കൽ കലർത്തിയ പാല് ഇതിനിടയിൽ പോകുന്നുണ്ട്. കാരണം ഇവിടെ ഒരു സ്ട്രീം ലൈൻഡായിട്ട്, അതായത് ഇന്ന ആൾക്കാർ പാസ്റ്റേഴ്സ്, ഇന്ന ആൾക്കാരല്ല എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു സാഹചര്യവും നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് ഒത്തിരി പാസ്റ്റേഴ്സും പാസ്റ്ററിൽ വിളിയുള്ളവരല്ല, ഇടയനാക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ഒത്തിരി ആൾക്കാരും ദൈവത്തിൽ നിന്ന് കൃപാവരം പ്രാപിച്ചവരല്ല, ഒരു തൊഴിൽ പോലെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കാനോ ആടുകളെ പരിപാലിക്കാനോ ദൈവികമായ ഗിഫ്റ്റില്ലാത്ത അനേകം ശുശ്രൂഷകർ ഇന്ന് പെരുകിയിരിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ കൃത്യമായി ഉപദേശിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ് എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്നത് 5-ന്റെ 11-ാം വാക്യം മുതൽ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പാല് വിതരണം ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് കട്ടിയായ വചനം ആളുകളെ ഭയപ്പെടുത്തുന്നത്? ഇന്ന് പല ആൾക്കാരും ഞങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ പിള്ളേരെ റാഡിക്കലൈസ് ചെയ്യുന്നു, അതായത് എന്താ പറയുന്നത്, തീവ്രവിശ്വാസികളാക്കി മാറ്റുന്നു. ഈ തീവ്രവിശ്വാസികളാക്കി മാറ്റുന്നു എന്ന് വേറെ ഏത് മതത്തിൽ പറഞ്ഞാൽ അപകടകരമാണെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ തീവ്രവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വേറൊരാൾക്ക് വേണ്ടി, അതായത് നമ്മുടെ സഹോദരന് വേണ്ടി സ്നേഹത്തിൽ സ്വയം വിട്ടുകൊടുക്കുക, അതായത് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത പോലെ സ്നേഹത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ള അതിമഹത്തായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നടത്തപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ റാഡിക്കലൈസ്ഡ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മതമല്ലത്, അതൊരു ജീവിതമാർഗ്ഗമാണ്. നമുക്കത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ശത്രുവിനെ വരെ സ്നേഹിക്കുന്ന ഒരു ജീവിതമാർഗ്ഗമാണ്. ആ ശത്രുവിനെ നോക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന ഒരാൾ എന്ന് ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ആ സ്നേഹമാണ് ശരിക്കും ഈ റാഡിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ റാഡിക്കൽ ഫെയ്ത്ത് തന്നെയാണ് മുമ്പോട്ട് സഭകളെ നയിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ഒരു റാഡിക്കലൈസ്ഡ് എലമെന്റ് അതിനെ മുമ്പോട്ട് തള്ളിവിടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പതുക്കെ അത് ദ്രവിച്ച് ഇല്ലാതായി പോകും. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ റാഡിക്കൽ ഫെയ്ത്ത് ലോകത്തിൽ ഒരു മതത്തിനും എതിരല്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ ഒരിടത്തും വേറൊരു മതത്തെയും വിമർശിച്ചുകൊണ്ട് യേശു ക്രിസ്തു ശിഷ്യന്മാർ ഒരു വാക്ക് പോലും പറയുന്നില്ല. അവരെല്ലാം പറയുന്നു, പുറത്തുള്ളവരെ നിങ്ങൾ വിധിക്കരുത്, അകത്തുള്ളവരെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ്. കാരണം ദൈവം അവർക്ക് എന്ത് കരുതിയിരിക്കുന്നത് ദൈവം തീരുമാനിച്ചോളും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദേവന്മാരെയോ ഒരു മതത്തെയോ ആക്ഷേപിച്ചുള്ള ഒരൊറ്റ പ്രസ്താവന പോലും പുതിയ നിയമത്തിലില്ല. ബിക്കോസ് ദർ ഇസ് നോ റിലീജിയൻ. ഇതിനകത്ത് മതമില്ല എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യൻ വളർച്ച എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ റാഡിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആവുക, കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ റിസ്ക് ചെയ്യുക, ഇങ്ങനെയുള്ള റാഡിക്കലിസമാണ്. അതായത് സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ വരുന്നതാണ്. അത് വേറൊരാളെ ഉപദ്രവിക്കുന്നതല്ല, വേറൊരു മതത്തെ തകർക്കാൻ ശ്രമിക്കുന്നതല്ല. അത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെട്ട് വരുന്നതാണ്. ഈ റാഡിക്കലിസത്തിലേക്ക് കുട്ടികൾ വരണമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന മക്കൾ ഉണ്ടാകുന്നത് എത്ര മനോഹരമാണ്. കാരണം അവർ അന്ധവിശ്വാസികളല്ല, എന്താ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ദ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമനാണ്, എത്ര പെർഫെക്റ്റായ ദൈവമാണ്. ആ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ കൊതിയോടെ നോക്കുന്ന, അങ്ങോട്ട് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകളെ വേണമെങ്കിൽ നമുക്ക് റാഡിക്കലൈസ്ഡ് ആൾക്കാരെന്ന് വിളിക്കാം. അപ്പോൾ അവർ ആ ഒരു ഉപദേശം ആളുകളെ ഇന്ന് ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ തീവ്രമായ ഉപദേശം, അതായത് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക, നഷ്ടം, അപ്പോൾ ഒത്തിരി നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. നമുക്കുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും, നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും, നമ്മൾ അധികാരം സ്ഥാപിക്കാതെ മാറി നിൽക്കേണ്ടി വരും. ഈവൻ വീട്ടിൽ പോലും നമ്മൾ ഒത്തിരി സ്ഥലത്ത് കോംപ്രമൈസ് അല്ല, അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. പാപം ചെയ്യാതെ തന്നെ, പാപത്തിലേക്ക് വീഴാതെ തന്നെ ഒത്തിരി ആർഗ്യുമെന്റ്സ് തോറ്റു കൊടുക്കേണ്ടി വരും. ഒത്തിരി അടുത്ത് നമ്മൾ മരണത്തെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് കൊന്നുവെന്നും വരാം. അപ്പോൾ ഈ ഒരു റാഡിക്കലൈസേഷൻ നമ്മുടെ
ഹൃദയത്തിനകത്ത് വരുമ്പോൾ, നമ്മൾ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ അറിയുന്ന ആ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നവരും കരുതുന്നവരുമായിട്ട് മാറും. പക്ഷെ ആളുകളെ ഇത് ഭയപ്പെടുത്തുന്നത്, പല ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് 11-ാം വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇന്നത്തെ സഭ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ വിടുതലിന് വേണ്ടിയുള്ള ഒരു വലിയ പരിപാടികളാണ് നടക്കുന്നത്. എന്നാൽ വിടുതൽ നടക്കുന്നതായിട്ട് കാണുന്നില്ല. വിടുതൽ നടന്നാൽ പിന്നെ നിങ്ങളുടെ പോകില്ലല്ലോ. വർഷങ്ങളായിട്ട് വിടുതൽ നടക്കാത്ത വിഷയങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും അതാണോ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം? ഇന്ന് മുഴുവൻ ഉപജീവന ചിന്തകളിൽ കലങ്ങിയുള്ള പ്രാർത്ഥനകളും ഉപജീവന ചിന്തകളെ വെച്ചുകൊണ്ടുള്ള വിടുതൽ പ്രസംഗങ്ങളുമാണ് ഇന്ന് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശിശുക്കളെ പോലെ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരുടെ കാര്യം, ദൈവത്തിൻ്റെ കാര്യം, ഇങ്ങനെയാണ് പുതിയ നിയമത്തിൽ വേർപെടുത്തപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആ മതത്തിൻ്റെ ഈ മതത്തിൻ്റെതല്ല. എന്താണോ ദൈവത്തിനുള്ളത്, എന്താണോ മനുഷ്യനുള്ളത്, എന്താണോ സീസറിനുള്ളത്, എന്താണോ ക്രിസ്തുവിനുള്ളത്, ഇതാണ് വേർപാട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വസ്ത്രധാരണത്തിലോ വേഷഭൂഷകളിലോ അല്ല വേർപാട്. വേർപാടെന്ന് പറയുന്നത് ദൈവത്തിനുള്ളതും മനുഷ്യനുള്ളതും തമ്മിലാണ് വേർപാട്. എന്താണ് ദൈവത്തിനുള്ളത്, എന്താണ് മനുഷ്യനുള്ളത്? നമ്മൾ പണ്ടൊരു ബൈബിൾ സ്റ്റഡിയിൽ കണ്ടതുപോലെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ് കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവിടെ 17-ാം വാക്യത്തിൽ യേശു അവരോട് പറയുന്നു, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? പത്രോസ് എന്ന് പറയുന്ന നിസ്സഹായനായ മനുഷ്യന് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു വെളിപ്പാടാണ്. അപ്പം വലിയ ഭാഗ്യവാനാണ്. സ്വർഗത്തിൽ നിന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പാട് ഈ പാവപ്പിടിച്ച പത്രോസിന് ലഭിക്കുന്നു. ഓവർ ദ മൂൺ എന്ന് പറയാം. അത് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ 23-ാം വാക്യം വരുമ്പോൾ കർത്താവിനോട് പറയണം, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത്. അപ്പോൾ മനുഷ്യരുടേത് കരുതുന്നതാണ് സാത്താന്യം. സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ മതങ്ങൾ, ഇന്നത്തെ പ്രസംഗങ്ങൾ, ഇന്നത്തെ ശുശ്രൂഷകൾ എല്ലാം മനുഷ്യരുടെ പ്രശ്നപരിഹാരം എന്ന ലക്ഷ്യത്തിലേക്കാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയിലേക്കുള്ള യാത്രയല്ല, തിരിച്ച് മനുഷ്യരുടെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെ അല്ല മനുഷ്യരുടെ അത്ര കരുതുന്നെന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാർ പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നിമിത്തം ഈ ജീവനെ ഉപേക്ഷിക്കുവാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 26-ാം വാക്യം പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടും കൊണ്ടുപോകാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അപ്പൊ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി അന്വേഷിക്കുന്ന മതം, ഒരു മനുഷ്യന് പ്രാർത്ഥിച്ച് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മതം, സുവിശേഷത്തിൽ പറയുന്ന വേർപാട് ശരിക്കും മനുഷ്യൻ്റേത് ദൈവത്തിൻ്റെതെന്നുള്ളതാണ്. അതായത് ദൈവരാജ്യവും മനുഷ്യന്റെ രാജ്യവും ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. ഒരാൾ മനുഷ്യന്റെ ജീവൻ അന്വേഷിച്ച് അവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തിന്റെ ജീവൻ അന്വേഷിക്കുന്ന ഒരാൾക്ക് ആ മനുഷ്യന്റെ ജീവിതം പ്രശ്നമല്ല, ആ ദിവ്യമായ ആ ജീവനിലേക്ക് അവൻ കടക്കുന്നു. ഇതാണ് ശരിക്കും ഇവിടെയുള്ള വേർപാടായിട്ട് പറയുന്നത്. അവിടെ കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം പണിയാൻ ആഗ്രഹിച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തും, എന്നാൽ സ്വർഗീയമായതൊന്നിനെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ ആ വലിയ ജീവനെ, വിലയേറിയ ജീവനെ കണ്ടെത്തും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവനെ തന്നെയാണ് നമുക്ക് തന്നത് എന്ന്. ആ ജീവന്റെ വ്യാപാരമാണ് നമ്മളിൽ കർത്താവ് തരുന്നത്. അപ്പോൾ ആ ഒരു ജീവനെ നമ്മൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. അത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അതേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവ് തരുന്ന ഒരു ജീവൻ ജീവിച്ച് ക്രിസ്തുവിൻ്റെ ജീവനായത് വളർന്നു വരുന്ന ഒരു വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു മതമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ കാര്യം സാധിക്കണ്ടേ? അതൊക്കെ ദൈവം നോക്കിയോളും. അവൻ്റെ മക്കളെ പരിപാലിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ കുരുകിലിനെ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ താമരകളെ നോക്കുവിൻ, ഇവയെല്ലാം ചമയിക്കുന്ന ദൈവം അല്പവിശ്വാസികളെ നിങ്ങളെ ചമയിക്കാതിരിക്കുമോ? അതിന് നിങ്ങൾ അവൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ പോരെ, ബാക്കിയുള്ള ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുകയില്ലേ? അപ്പോൾ ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പം വീണ്ടും ഉപജീവന ചിന്തകളിൽ കുരുങ്ങി യേശു കർത്താവിൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം എൻ്റെ കാര്യം നടത്തി തരണേ എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കുന്നതേ ഇല്ല, മനുഷ്യൻ്റെ രാജ്യമായിട്ട് ഇതെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. യേശു കർത്താവ് എൻ്റെ ജീവനായി മാറുന്ന അവസ്ഥയെ കാത്തിരിക്കുക. ക്രിസ്തുവിൻ്റെ നീതിയെ കൊതിയോടെ നോക്കുക.
നമ്മുടെ കാര്യം സാധിപ്പിക്കുന്ന ഒരു റിലീജിയൻ അല്ല ഇത്. അത് ദൈവം നോക്കിക്കോളും. നമ്മുടെ പിതാവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തരുന്ന ഒരു ദൈവമാണ്. ഇതേ കാര്യം നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനെ ദൈവത്തിൻ്റെതും മനുഷ്യരുടേതും എന്നല്ല, ആത്മാവിൻ്റേതും പ്രാണൻ്റേതും എന്ന വ്യത്യാസമാണ് വരുത്തുന്നത്. ആത്മാവിനുള്ളതും പ്രാണനുള്ളതും ഇത് വേർതിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായി പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതുമാവുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എന്ന വാള് കടന്ന് എന്താണ് ദൈവത്തിൻ്റേത്, എന്താണ് മനുഷ്യൻ്റേത് എന്ന് വിവേചിക്കാൻ, അതായത് എന്താണ് ആത്മാവിൽ നിന്ന് വരുന്നത്, എന്താണ് പ്രാണനിൽ നിന്ന് വരുന്നതെന്ന് വിവേചിക്കുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഉപദേഷ്ടാവായിരിക്കാനോ പ്രവചിക്കാനോ സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിനുള്ളത് അന്വേഷിക്കാത്ത പ്രവാചകന്മാരും മനുഷ്യരുടെ കാര്യം തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശുശ്രൂഷകരും ശരിക്കും കർത്താവിൻ്റെ ദാസന്മാരല്ല. അവർ മനുഷ്യരുടെ പണം വാങ്ങി മനുഷ്യരുടെ രാജ്യം പണിയാൻ ശ്രമിക്കുന്ന മനുഷ്യദാസന്മാരാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. കാരണം കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല. ഇവിടെ സമ്പത്ത് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ദൈവം തരാം, ദൈവം എത്രയോ പേർക്ക് കൊടുക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളിത് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ വലിയ കെട്ടിടം പണിയുമെന്നും വമ്പൻ കാര്യങ്ങൾ ചെയ്യുമെന്നും പറയുമ്പോൾ കർത്താവ് ഉള്ളിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ ഇതെല്ലാം കൊണ്ട് എന്ത് പ്രയോജനം, ഇത് ആർക്കായിത്തീരും? ഈ ഒരു ചോദ്യം കർത്താവ് നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധൈര്യമായി കർത്താവിന് പിന്നാലെ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് നോക്കിയോളും. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ മധ്യസ്ഥന്മാരെ ആവശ്യമില്ല, വേറെ പാസ്റ്റേഴ്സിനെ ആവശ്യമില്ല. ശുശ്രൂഷകരെല്ലാവരും, വചനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യമേ ഉറപ്പുവരുത്തേണ്ട കാര്യം ദൈവത്തിനുള്ളതും മനുഷ്യർക്കുള്ളതും വേർതിരിക്കുവാൻ, ദൈവത്തിൻ്റെ രാജ്യവും മനുഷ്യൻ്റെ രാജ്യവും തമ്മിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വവും മനുഷ്യരുടെ രാജ്യത്തിൻ്റെ മഹത്വവും തമ്മിൽ വേർപിരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആ വേർപിരിക്കാൻ കഴിയണമെങ്കിൽ പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്തുന്ന, അതിനെ രണ്ടാക്കി കാണിച്ചു തരുന്ന, ഇത് പ്രാണന്റെ ആഗ്രഹമെന്നും ഇത് ആത്മാവിൻ്റെ ആഗ്രഹമെന്നും ഓരോ ചിന്തകളുടെ ഇടയിലും ഇതിനെ രണ്ടാക്കി വ്യത്യസ്തമാക്കി കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ വചനത്തിലെ നിത്യമായ അഭ്യാസം കൊണ്ടാണ് ഒരു മനുഷ്യൻ പരിജ്ഞാനം പ്രാപിക്കുന്നത്. ഇത് പ്രാപിക്കാത്ത ഒരാൾ, അതായത് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ, എന്താണ് ആത്മാവിൻ്റെ എന്താണ് പ്രാണന്റെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ പ്രാണന്റെ ശബ്ദങ്ങളെ പലപ്പോഴും പ്രവചനമായും പലപ്പോഴും അരുളപ്പാടായും സ്വപ്നങ്ങളായും ഒക്കെ സ്വീകരിച്ച് വലിയ വഞ്ചനയിൽ എത്തിപ്പെടുന്നത് നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. ഇത് അനേകം പ്രവചനങ്ങളും വഞ്ചനയിൽ അകപ്പെടാനുള്ള കാരണം അവർ പ്രാണനുള്ളത് അല്ലെങ്കിൽ മനുഷ്യനുള്ളത് അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പെന്തക്കോസ്ത് ചർച്ചകളിൽ ഒത്തിരി ഉന്മാദാവസ്ഥകളുണ്ട്. ഉന്മാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അസ്തിത്വം വിട്ട് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ പുറമേയുള്ള ബോധ മനസ്സ് വർക്ക് ചെയ്യുന്നില്ല, ഉന്മാദത്തിലേക്ക് പോകുന്നു. ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആകുമ്പോൾ വെളിയിലേക്ക് വരും. ഉദാഹരണത്തിന് നമ്മളൊരു സഭയിലുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നുപോയ ക്രൈസിസ് എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എക്സ്റ്റസിയിലായി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉപബോധ മനസ്സ് പറയും, നിനക്ക് ദൈവം ഒരു ആശ്വാസം വെച്ചിരിക്കുന്നു. അതെൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, നിനക്കൊരു വഴി തുറന്നിരിക്കുന്നു. ഇതെല്ലാം പ്രാണനിൽ നിന്ന് വരുന്നതാണ്, ശരിക്കും ആത്മാവിൽ നിന്ന് വരുന്നതല്ല. ആത്മാവിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും. അതാണ് ആത്മാവിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരു സ്പിരിറ്റും ഒരു ശുശ്രൂഷയും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇന്ന് നിങ്ങൾ പലപ്പോഴും ദൈവദാസന്മാർ ഒരു കൈവച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ചെല്ലുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദൈവദാസന്മാരെന്ന് പറയുന്നവർ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ ദൈവത്തെ അല്ല അവർ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യത്തെയുമല്ല, മനുഷ്യരുടെ രാജ്യങ്ങളെ വലുതാക്കാനും മനുഷ്യരെ സുഖലോലുപരാക്കുവാനും അവർക്ക് വേണ്ട സമ്പത്ത് നൽകുവാനും എല്ലാമുള്ള ഒരു മധ്യസ്ഥതയാണ് അവിടെ ഇവർ നിർവഹിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പ്രാണന്റെ തലത്തിലുള്ള ശുശ്രൂഷകൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ പ്രാണന്റെ തലത്തിലുള്ള ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ജസ്റ്റ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നീതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. റൈച്ചസ്നസ്, മനുഷ്യൻ്റെതായൊരു നീതി, അല്ലെങ്കിൽ ഒരു പരീക്ഷ നീതി സ്പ്രെഡ് ചെയ്യുന്നതിന് ഈ മനുഷ്യൻ്റെ തലത്തിലുള്ള പ്രമാണങ്ങളെ, ഈവൻ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും പറയുന്ന ആ വിശുദ്ധി മനുഷ്യൻ്റെ തലത്തിലുള്ളൊരു വിശുദ്ധിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചല്ല പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ഹോളിനെസ്സിനെ കുറിച്ചല്ല പറയുന്നത്. അത് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് വെള്ള വസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറമേയുള്ള വിശുദ്ധിയുടെ അടയാളങ്ങളെക്കുറിച്ചാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യഭിചാരം ചെയ്യരുത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പ്രാണന്റെ ശുശ്രൂഷകൾ അനുഭവിച്ച് ഹൃദയം മന്ദിച്ച് കട്ടിയായ വചനങ്ങളൊന്നും കേൾക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ഇന്ന് വിശ്വാസ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധികളിൽ ഒന്ന്. അതായത് വചനം ശരിക്കും മനസ്സിലാകാതെ മന്ദതയുള്ളവരായതുകൊണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ
അവർക്ക് അസാധ്യമാണ് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. എബ്രായ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഈ ഒരു പരിജ്ഞാനത്തിലേക്കുള്ള ആ വ്യത്യസ്തത എന്താണെന്ന് എബ്രായ ലേഖനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ പറയുന്നത്, ആർക്കാണ് കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നത്? പ്രാണനെയും ആത്മാവിനെയും, അതായത് നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. ആ പരിജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ കണ്ടപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, എന്തിനാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകജാതനായ പുത്രനെ ആദ്യജാതനാക്കി നമ്മളെല്ലാം രണ്ടാം മക്കളാക്കി, അതായത് ദത്തുമക്കളാക്കി സ്വർഗത്തിലെ വലിയ കുടുംബത്തെ ക്രിസ്തുവിനെ പോലെയുള്ള അനേകം സഹോദരങ്ങളെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ നല്ലപോലെ ഫുഡ് കഴിച്ച് നല്ലപോലെ ജോലി ചെയ്ത് സമ്പാദിച്ച് സ്വസ്ഥമായി കാലം നീട്ടിയിരുന്ന് പത്രം വായിക്കുന്ന ആ ഒരു സെറ്റിൽമെൻ്റല്ല കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്ന 29-30 വായിച്ചാൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം നിയമനം അതാണ്, മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപം പ്രാപിക്കുന്നതിലേക്ക് നമ്മളെ ദൈവം ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. അതായത് അതാണ് നമ്മുടെ ഡെസ്റ്റിനി, അതാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവിൻ്റെ തേജസ് പ്രാപിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പോൾ കർത്താവ് വിളിക്കുന്ന ആൾക്കാരെല്ലാം മുൻ നിയമിക്കപ്പെട്ടവരാണ്. എങ്ങോട്ട് മുൻ നിയമിക്കപ്പെട്ടവരാണ്? ഈ ലോകം ശരിക്കും എൻജോയ് ചെയ്തോ മോനെ, നിനക്ക് വേണ്ടതെല്ലാം നീ പ്രാർത്ഥിച്ച് മേടിച്ചോ എന്ന് പറയുന്ന മുൻനിയമനമല്ല, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന മുൻനിയമനം. ആ മുൻനിയമനത്തിലേക്ക് നമ്മളെ വിളിച്ചിട്ട്, മുൻ നിയമിച്ച ശേഷം വിളിച്ചവരെല്ലാം നീതിമാന്മാരാക്കി, നീതിമാന്മാരെ എല്ലാം തേജസ്കരിച്ച് നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നത് യേശുക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇവിടെ ആ ഒരു സ്വപ്നം മുന്നിൽ നിർത്തിയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. ഏത് കുഞ്ഞുണ്ടാകുമ്പോഴും അപ്പനും അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ട്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷമായിട്ട് ജിലേബി. ലഡു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ജിലേബി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണെന്ന് അർത്ഥം. അത് ചോദിക്കാൻ പാടില്ല. ചില സംഭവങ്ങളിലൊക്കെ അങ്ങനെയാണ്. ലഡു കിട്ടിയാൽ ആൺകുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്, ജിലേബി കിട്ടിയാൽ പെൺകുട്ടിയാണ്. ഇതൊരു ആഘോഷമാണ്. സ്വർഗത്തിലൊരു പാപി മാനസാന്തരപ്പെട്ടൊരു കുഞ്ഞായിട്ട് അവിടെ ദൈവത്തിൻ്റെ മകനായി ജനിക്കുമ്പോഴും ഭയങ്കര ആഘോഷമാണ്. നമുക്കറിയാം, കുഞ്ഞ് ശൈശവത്വം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി കുഞ്ഞുങ്ങളോട് എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. എന്നാൽ പ്രായം കഴിയും തോറും ഒരു 15 വയസ്സായി, 20 വയസ്സായി ആ കുഞ്ഞ് അതുപോലെ തന്നെ ശൈശവത്വത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ശീലത്തിലിരിക്കുകയാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റും അതിനകത്ത് പേരൻസിനുണ്ടാവുകയില്ല. അവർ ഭയങ്കരമായിട്ട് വേദനിക്കും. എൻ്റെ കൊച്ചിന് എന്ത് പറ്റി, എന്താ വളരാത്തത്, എന്താ ഇതുപോലെ സ്റ്റക്കായി പോയത്, ഇങ്ങനെ ഭയങ്കരമായി ഉത്കണ്ഠ പേരൻസിനുണ്ടാവും. അവരെവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണ്ടേ, കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന രസം, ഇവർ വലുതായാൽ പിന്നെ അനുസരണക്കേടെ കാണിച്ച് വേണ്ട പല ഹാബിറ്റുകളിലൊക്കെ പെട്ടുപോകും, ഇവരിങ്ങനെ ഇരുന്നോട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് ലോകത്തിലൊരു പേരൻസും ചിന്തിക്കത്തില്ല. എല്ലാ പേരൻസിൻ്റെ ആഗ്രഹമാണ് അവരുടെ മക്കൾ വളരണമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരണമെന്ന് ദൈവം ഉത്കടമായി ആഗ്രഹിക്കുകയും ഈ പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളാൽ വേദപുസ്തകത്തെ നിറയ്ക്കുകയും എല്ലാവർക്കും ദൈവരാജ് അന്വേഷിച്ചാൻ പറയുകയും ചെയ്തിട്ടുണ്ട് കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിടത്തും ശിഷ്യന്മാരിൽ ആരും ഭൗതികമായ ഒരു വിഷയത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണാത്തത്. ആ പ്രാർത്ഥിക്കുന്നതെല്ലാം ജനക്കൂട്ടമാണ്. ദൈവത്തോട് ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പുറകെ വരുന്ന എല്ലാവരും ജനക്കൂട്ടമാണ്, ശിഷ്യന്മാരുടെ കൂട്ടമല്ല. ശിഷ്യന്മാരുടെ കൂട്ടം പുറകെ വരുന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ പാവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇന്ന് പല ആൾക്കാരും പറയുന്നത് ഇന്ന് വചനപ്രസംഗം കൂടുതലായതുകൊണ്ട് ശരിക്കും ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്നാണ്. അത് ഏത് ആത്മാവാണെന്ന്, വചനം പ്രസംഗം വർദ്ധിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ആത്മാവെന്ന് നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ കള്ള ഉപദേഷ്ടാക്കന്മാരെ കൊണ്ടും മനുഷ്യരുടെ ശുശ്രൂഷകരായ ഉപദേഷ്ടാക്കന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നു, ദൈവം തെരഞ്ഞെടുത്തവർ, നിയമിച്ചവർ, മുൻ നിയമിച്ചവർ ഈ ലോകത്തിൻ്റെ കുരുക്കുകളിൽ സ്റ്റക്കാകാതെ ഉയരത്തിലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും അവനെ ആഗ്രഹിക്കുകയും ക്രിസ്തുവിനെ നേടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി മാറുകയും ചെയ്യണമെന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ മറ്റെല്ലാ ലേഖനങ്ങളിലും കാണുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എനിക്കുള്ളതിനെല്ലാം ചവറ് നിന്നുന്നു എന്ന് പൗലോസ് പറയുന്നു. പത്രോസ് പറയുന്നു,
കർത്താവ് എങ്ങനെ വിശുദ്ധരായിരിക്കുന്നു അതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവാൻ. ഇപ്പം കോളിംഗ് എല്ലാം ഭയങ്കര ഹൈ ആണ്. ഈ മനുഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള റിലീജിയനിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ, മനുഷ്യന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള മതത്തിലേക്ക് തിരിഞ്ഞാൽ ഒരു കാരണവശാലും ഈ മന്ദത മാറുകയില്ല, ശിഷ്യന്മാരുടെ ചെവി ലഭിക്കുകയില്ല, മർമ്മങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒത്തിരി പേര് ഭയങ്കര ആത്മീയരാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു. കാരണം അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഉപവാസം എടുക്കുന്നു, ഒത്തിരി ആത്മീക കൃപാവരങ്ങൾ എന്നിവർ വിചാരിച്ച് പല കാര്യങ്ങൾ എക്സർസൈസ് ചെയ്യുന്നു. പക്ഷെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നില്ല. ക്രിസ്തു അവർക്ക് അന്യനായിരിക്കുന്നു. അങ്ങനെ വലിയ ചർച്ചകളിൽ യേശുക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തു പ്രസംഗിക്കപ്പെട്ടാലും സൗഖ്യം തരുന്ന ക്രിസ്തു, അതിനപ്പുറത്തേക്ക് ജീവൻ തരുന്ന ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, എത്ര വലിയ വഞ്ചനയുടെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആത്മാവിൽ വളരുവാൻ സഭ ആവശ്യമാണ്, പക്ഷെ സഭകൾ വളരെ കുറവാണ്. നമ്മൾ പലപ്പോഴും പണ്ട് ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് സത്യം മനസ്സിലാക്കി ഇറങ്ങി വരുമായിരുന്നു. ഇന്ന് വരാറില്ല. കാരണം ഇന്ന് വരാത്തതിൻ്റെ കാരണം വരാനൊരു സ്ഥലമില്ല. വേറൊരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിൽ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. ആ സഭയിൽ അവർ കണ്ടിന്യൂ ചെയ്യുന്നത് പഴയ പാരമ്പര്യം ഓർത്താണ്. ഞങ്ങളുടെ വലിയപ്പന്മാർ ഇതിനകത്തായിരുന്നു. ആ പഴയ ട്രഡീഷണൽ യാക്കോബ ഓർത്തഡോക്സ് ചർച്ച് പോലെ തന്നെ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തതാണ്. ഇവിടെ ഒരു ശവക്കോട്ടയുണ്ട്, കല്യാണം നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സാധനം ആൾക്കാരെല്ലാം കൊണ്ടുപോയി കുരുക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ കണ്ടെത്തും. ക്രിസ്തുവിൻ്റെ ജീവൻ പോലെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നുമില്ല. ആ ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ പഥ്യവചനം നമുക്ക് വളരെ ആവശ്യമാണ്. പഥ്യോപദേശത്തിൽ സ്ഥിരപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നവർ, നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനുഷ്യരുടെ ശുശ്രൂഷകരായി മനുഷ്യരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി നടക്കരുത്. ദൈവരാജ്യത്തിലേക്ക് പണിയുന്ന ആൾക്കാരായിട്ട്, അതായത് ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലുള്ള നീതി നിറവേറുന്നതിനായി അധ്വാനിക്കുന്നവരും, കർത്താവ് എന്താണ് ഉയരത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് പണിയുന്നവരുമായി നമ്മളെല്ലാവരും മാറിയാൽ, പ്രിയ സഹോദരങ്ങളെ, അനേകം റാഡിക്കലൈസ്ഡ്, അതായത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറുള്ള അനേക യൗവനക്കാരെ നമുക്ക് ലഭിക്കും. അത് തീർച്ചയായിട്ടും അവർ അനേക ആളുകൾക്കൊരു അനുഗ്രഹമായിരിക്കും. അനേകം ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. മാതാപിതാക്കൾക്ക് പോലും പ്രത്യാശ നൽകുന്നവരായിരിക്കും. അങ്ങനെ ഒരു വലിയ തലമുറ, ഒരു നല്ല തലമുറ, ഒരു വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, പരിജ്ഞാനം ഉപേക്ഷിച്ച് കളയാതെ കഠിനമായ വചനത്തെ സ്വീകരിക്കാനുള്ള വളർച്ച, കട്ടിയാഹാരം സ്വീകരിക്കാനുള്ള വളർച്ച, പരിജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അതിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.